ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് ഹർത്താലാണ് കേട്ടോ. നമ്മുടെ ഭാരത് ബന്ദ് നടക്കുകയാണ്. അപ്പോൾ നമ്മൾ ബന്ധായിട്ട് തന്നെ നമ്മളൊരു ട്രിപ്പ് അങ്ങ് പോകാമെന്ന് വിചാരിച്ച് വണ്ടി എടുത്ത് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ സ്ഥലം കണ്ടാൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. എല്ലാവർക്കും അറിയുന്ന സ്ഥലമാണ്. നമ്മുടെ അതിരപ്പള്ളി വാട്ടർഫാൾസിലേക്കാണ് നമ്മൾ പോകണത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വഴി കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവില്ല. അങ്ങനെ നമ്മൾ വണ്ടി എടുത്ത് ഇറങ്ങി അവിടെ എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ചേട്ടായിക്കും അവധിയാണ്. കാരണം ചേട്ടായിക്ക് അങ്ങനെ അവധി കിട്ടുന്നത് വളരെ കുറവാണ്. ഞായറാഴ്ചയും പുള്ളിക്ക് ജോലിക്ക് വേണം. അപ്പോൾ പിന്നെ ഉച്ച കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകാറുള്ളത്. അപ്പോൾ ഇന്ന് ഹർത്താലായതുകൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അവധിയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് വെറുതെ ഒരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ നമ്മളിത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പോവുകയാണ് കേട്ടോ. അതിരപ്പള്ളിയിലോട്ടാണ് പോകുന്നത്. നമ്മൾ തൃശ്ശൂരിൻ്റെ തന്നെ അഭിമാനമാണ് നമ്മുടെ അതിരപ്പള്ളി വാട്ടർഫാൾസ്. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ഒരുപാട് പേര് പോയിട്ടുണ്ടാവും. പോകാത്തവരൊക്കെ വളരെ ചുരുക്കമായിരിക്കും. കാരണം എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ്. പിന്നെ ബാഹുബലി, പുഷ്പ, ജയിലർ, അങ്ങനെ തന്നെ നമ്മുടെ സിനിമാസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഭയങ്കര ബ്യൂട്ടി ആയിട്ടുള്ള നമ്മുടെ തൃശ്ശൂരിൻ്റെ അഭിമാനമാണ് നമ്മുടെ അതിരപ്പള്ളി വാട്ടർഫാൾസ് കേട്ടോ. കണ്ടോ, പോകുന്ന വഴിക്ക് നമുക്കത് അരുവികളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് പോകുന്ന വഴിയെ തന്നെ ഒരുപാട് കാഴ്ചകളാണ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് വ്യൂ പോയിൻറ്റിലെത്തി. അവിടെ കുറച്ച് നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു. കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വണ്ടി എടുത്ത് നമ്മൾ പോയി കേട്ടോ. അങ്ങനെ പോയി നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷനായിട്ടുള്ള അതിരപ്പള്ളി വാട്ടർഫാൾസിലെത്തിയിട്ടുണ്ട്. അവിടെ ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് കേട്ടോ. എല്ലാവർക്കും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു അവധിയല്ലേ. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണെന്ന് തോന്നുന്നു. കണ്ടോ, പാർക്കിങ്ങിലൊക്കെ കണ്ടോ നല്ല തിരക്കുണ്ട്. അത്യാവശ്യം വണ്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലം നോക്കിയിട്ട് കാണുന്നില്ല. അങ്ങനെ നമ്മൾ ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ വേണ്ടി ടിക്കറ്റ് എടുത്തു. കണ്ടോ, 60 രൂപയാണ് കേട്ടോ ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അതിൻ്റെ അകത്തേക്ക് കയറി. നമ്മളൊരു മാങ്ങയൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ പോയത്. അങ്ങനെ നമ്മൾ മാങ്ങയൊക്കെ കഴിച്ച് അതിൻ്റെ ഉള്ളിലോട്ട് കയറി. അങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റത്തെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഇപ്പം നല്ല മഴയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ നല്ല മഴയൊക്കെ പ്രതീക്ഷിച്ചാണ് പോയത്. പക്ഷേ അവിടെ നല്ല വെയിലായിരുന്നു കേട്ടോ. നമ്മൾ പോകുന്ന വഴിയുമൊക്കെ നല്ല വെയിലായിരുന്നു. അവിടെ ചെന്നപ്പോഴും നല്ല വെയിലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റത്തെ ഡെസ്റ്റിനേഷനിലോട്ട് പോവാണ്. അതേ കണ്ടോ, നല്ല രസമില്ലേ അവിടെ കാണാനായിട്ട്. പിന്നെ നമ്മുടെ കയ്യിൽ കോട്ടൊക്കെ ഉണ്ട് കേട്ടോ. കോട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് വണ്ടിയുടെ ഉള്ളിൽ നിന്ന്. കാരണം അതിൻ്റെ ആവശ്യം നമുക്ക് താഴെ ചെല്ലുമ്പോൾ കാണാം കേട്ടോ. അങ്ങനെ ഞാൻ നമ്മുടെ അരുവി പണ്ടൊക്കെ ഇവിടെ വരുമ്പോൾ നമുക്ക് കുളിക്കാനൊക്കെ പറ്റുമായിരുന്നു. കുളിക്കാനും പറ്റും. അതുപോലെ തന്നെ അതിലേക്ക് ഇറങ്ങുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം നമുക്കങ്ങനെ വെള്ളം കൂടുതലായതുകൊണ്ട് അങ്ങനെ ഇറക്കത്തൊന്നുമില്ല. അവിടെ കയറൊക്കെ കെട്ടി തിരിച്ചേക്കുവാണ്. അങ്ങനെ നമ്മുടെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. നല്ല തിരക്കുണ്ട്. കണ്ടോ, നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്ഥലമല്ലേ. എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ കാണാനായിട്ട്. കണ്ടോ, അവിടെ ഒരു ഇവിടുത്തെ ജീവനക്കാർക്കൊക്കെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ചെറിയൊരു ഷെഡാണ്. അവരവിടെ ഇരുന്നിട്ടാണ് ഇൻസ്ട്രക്ഷൻസൊക്കെ ചെയ്യുന്നത് നമ്മൾക്ക്. അങ്ങനെ നമ്മൾ അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ എടുത്തു കേട്ടോ. കണ്ടോ, നല്ല രസമില്ലേ കാണാൻ. ഇപ്പം മഴ സീസൺ ആയതുകൊണ്ട് തന്നെ വെള്ളം ഭയങ്കര കൂടുതലാണ്. മഴ തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ കുറേ നാളെ വിചാരിക്കണം അതിരപ്പള്ളിക്ക് പോകണമെന്ന്. അങ്ങനെ ഇന്നാണ് നമുക്കൊരു അവസരം കിട്ടിയത്. അപ്പോൾ നമ്മളങ്ങനെ പോയി. ഇനി നമുക്ക് താഴത്തോട്ട് ഇറങ്ങി പോകാം കേട്ടോ. അപ്പോൾ താഴത്തേക്ക് ഇറങ്ങി പോവാണ്. താഴത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് അത്യാവശ്യം നല്ലോണം നടക്കാനുണ്ട്. അത്യാവശ്യം നമ്മൾ നടന്ന് പോകുമ്പോൾ തന്നെ അത്യാവശ്യം ക്ഷീണിക്കും തിരിച്ച് കയറി വരുമ്പോഴേക്കും. അങ്ങനെ നമ്മൾ താഴത്തേക്ക് ഇറങ്ങുവാണ്. നമ്മളങ്ങനെ നടന്ന് നമ്മുടെ ഏറ്റവും താഴത്തെത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ താഴത്തെത്തി. കണ്ടോ, ചേട്ടായി കോട്ടൊക്കെ എടുത്തിട്ടു. ഞാനും കോട്ടൊക്കെ എടുത്തിട്ടു കേട്ടോ. താഴത്തെത്തിയപ്പോഴേക്കും കണ്ടോ മഴ പെയ്തു. മുകളിൽ നല്ല വെയിലാണെങ്കിലും താഴത്ത് മഴയാണ്. പിന്നെ മഴ മാത്രമല്ല, ഈ വെള്ളം ഇങ്ങനെ ചാടുന്നതുകൊണ്ട് ആ വെള്ളം തെറിക്കുന്നതും കൂടിയാണ് കേട്ടോ. കാരണം നമ്മുടെ മേത്തേക്ക് ഇങ്ങനെ തെറിച്ചുകൊണ്ടിരിക്കും. നല്ല അടിപൊളിയാണ് താഴത്ത് പോയി നിൽക്കാനായിട്ട്. എന്ത് സൂപ്പറാണെന്നറിയോ. ശരിക്കും നമുക്ക് നല്ല രസമാണ്. ശരിക്കും നമ്മൾ അതിരപ്പള്ളിക്ക് പോവുകയാണെങ്കിൽ വേനൽക്കാലത്ത് പോണതിനേക്കാളും നല്ലത് ഈ മഴ സീസണിൽ പോണതാണ് കേട്ടോ. ഒരു പ്രത്യേക ബ്യൂട്ടിയാണ്. കണ്ടോ, നല്ല രസമില്ലേ കാണാനായിട്ട്. അങ്ങനെ നമ്മളവിടെ കുറേ നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. കണ്ടോ, അടിപൊളി വ്യൂ ആണ്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. നല്ല കലി തുള്ളി വരുന്ന വെള്ളച്ചാട്ടമാണ് കേട്ടോ. അങ്ങനെ കണ്ടോ,
കുറേ ആൾക്കാരുണ്ട്. കുറേ പേര് കോട്ടൊക്കെ ആയിട്ടാണ് പോകുന്നത്, കുറേ പേര് കുടയൊക്കെ ആയിട്ടാണ് പോകുന്നത്. ഇനി കോട്ടും കുടയൊക്കെ എടുക്കാൻ വീട്ടിൽ നിന്ന് എടുക്കുമ്പോഴേ മറന്നിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ താഴത്തെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ തന്നെ ചേച്ചിമാർ കോട്ടും കുടയൊക്കെ വിൽക്കുന്നുണ്ട്. 80 രൂപ കൊടുത്താൽ കോട്ടൊക്കെ കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ അങ്ങനെ വ്യൂസൊക്കെ കണ്ട് നമ്മൾ നേരെ മുകളിലോട്ട് കയറി വന്നപ്പോഴേക്കും ക്ഷീണിച്ച്. അപ്പോൾ നമ്മളങ്ങനെ വെള്ളം വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുവാണ്. അങ്ങനെ നമ്മളൊരു വെള്ളം വാങ്ങിച്ചിട്ടുണ്ട്. ഒരു 50 രൂപയായിട്ടോ നമ്മുടെ മാവ് വാങ്ങിച്ചതിന്. 50 രൂപ വാങ്ങിക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 10 രൂപ താഴെ ചെല്ലുമ്പോൾ തിരിച്ചു തരും. കണ്ടോ, അവർ സ്റ്റിക്കർ ഒട്ടിച്ചേക്കുന്ന കണ്ടോ, അത് താഴെ ചെല്ലുമ്പോൾ നമുക്ക് അവർ തിരിച്ചു തരും കേട്ടോ. അങ്ങനെ ഇത് നമ്മൾ ഒരാളെ കണ്ടു, ഒരാളവിടെ വെയിറ്റ് ചെയ്തിരിക്കുക ഞാൻ. അപ്പം നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തട്ടിപ്പറിച്ചുകൊണ്ട് പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫുഡൊക്കെ വെള്ളമൊക്കെ ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ടാണ് അതിൽ കൂടെ പോയേട്ടോ. അങ്ങനെ ഇതേ നമ്മൾ അങ്ങനെ പോയി നമ്മളവിടെ നിന്ന് തിരിച്ച് ഇറങ്ങി. നമ്മൾ അത്രയ്ക്കുള്ളൂ അവിടുത്തെ വിശേഷങ്ങൾ കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പോകുന്ന വഴിക്ക് ഇതാ നമ്മൾ പാറ വാട്ടർഫോൾസ് കണ്ടു. നല്ല രസമല്ലേ ഇവിടെ ഈ ബ്രിഡ്ജ്. മുമ്പ് വന്നപ്പോൾ ഒന്നും ഈ ബ്രിഡ്ജ് ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ പണിതതാന്ന് തോന്നുന്നു. മുമ്പ് ഒരിക്കൽ വന്നപ്പോൾ പണി നടക്കുന്നുണ്ടായിരുന്നു. പണ്ട് വരുമ്പോൾ ഈ ബ്രിഡ്ജൊന്നുമില്ല. അങ്ങനെ നമ്മൾ ആ ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് കയറി. ബ്രിഡ്ജിൻ്റെ മുകളിൽ കയറിയിരിക്കുമ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ്. നമ്മളിങ്ങനെ പോകുന്ന അതിരപ്പള്ളി ടു വാഴച്ചാലിലേക്ക് പോകുന്ന വഴി കുറേ വ്യൂസ് ഇതേപോലെ ഉണ്ട് കണ്ടോ. നല്ല രസമില്ലേ കാണാനായിട്ട്, കുറേ വ്യൂസ് ഉണ്ട്. നമ്മൾ അങ്ങനെ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഇപ്പോൾ തന്നെ നല്ല മഴയായതുകൊണ്ട് തന്നെ എല്ലാ വെള്ളച്ചാട്ടവും നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ അവിടെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. നമ്മൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് വാഴച്ചാലിലോട്ട് പോവാണ്. അങ്ങനെ പോകുന്ന വഴി നമ്മളിങ്ങനെ ഒരു വള്ളമാണ്. ആ വളവിലോട്ട് തിരിയുമ്പോൾ തന്നെ നമുക്ക് ആ വ്യൂ ഇങ്ങനെ കാണാൻ പറ്റും കണ്ടോ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ആ വളവിൻ്റെ അവിടെ നിന്നും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അത് നല്ലൊരു വ്യൂ ആണ്, നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് ആ വ്യൂ കേട്ടോ. അങ്ങനെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വാഴച്ചാലിലോട്ട് പോവാണ്. അതിരപ്പള്ളിയിൽ നിന്ന് വാഴച്ചാലിലോട്ട് ഏകദേശം ഒരു 5.5 കിലോമീറ്ററൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഈ വാട്ടർഫോൾസ് ഉള്ളത്. അങ്ങനെ നമ്മൾ അവിടേക്ക് വാഴച്ചാലിലോട്ട് വണ്ടി എടുത്തു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് സൈഡിലായിട്ട് നല്ല രസമാണ്, നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. അരുവികൾ, പുഴയൊക്കെ നമ്മളിങ്ങനെ സൈഡിൽ കൂടെ ഒഴുകുന്നുണ്ട്. അതിങ്ങനെ സൈഡിൽ ഈ കാട് പോലെ കാണുന്നതുകൊണ്ട് അത് കാണാൻ പറ്റില്ല. ഇപ്പുറത്തെ സൈഡിൽ ഫുൾ കാട്, ഇപ്പുറത്തെ സൈഡിൽ ഫുള്ള് പുഴ. നമ്മുടെ ആനമലയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് അറബിക്കടലിൽ പതിക്കുന്ന ഒരു പുഴയാണ് ചാലക്കുടി പുഴ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അതിരപ്പള്ളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കണ്ടോ പോകുന്ന വഴിക്ക് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു വാട്ടർഫോൾസുകൾ കാണാൻ പറ്റും കേട്ടോ. നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് അത് കുറച്ച് നേരം നമ്മൾ അത് ആസ്വദിച്ചിട്ടാണ് നമ്മൾ പോയത്. അങ്ങനെ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായിട്ടുള്ള വാഴച്ചാൽ വാട്ടർഫോൾസിലേക്ക് എത്തിയിട്ടുണ്ട്. വാഴച്ചാൽ വാട്ടർഫോൾസിൽ നമുക്ക് കണ്ടോ, ഇതിൻ്റെ അപ്പുറത്തോട്ടാണ് നമ്മൾ വാൽപ്പാറ, മലക്കപ്പാറയൊക്കെ പോകുന്നത്. അപ്പോൾ ഈ വാട്ടർഫോൾസ് കഴിഞ്ഞിട്ട് കണ്ടോ, ഇതാണ് നമ്മുടെ ചെക്ക് പോസ്റ്റ് വരുന്നത്. ഈ ചെക്ക് പോസ്റ്റ് കടന്ന് വേണം നമുക്ക് അങ്ങോട്ടേക്ക് പോകാം, മലക്കപ്പാറ, വാൽപ്പാറയ്ക്കൊക്കെ പോകാനായിട്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. അതിരപ്പള്ളിയിൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ടിക്കറ്റ് തന്നെ ഇവിടെയും കാണിച്ചാൽ മതി. അവിടെ കയറാതെ വരുന്നെങ്കിൽ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ആ ടിക്കറ്റ് കാണിച്ച് നമ്മൾ അകത്തേക്ക് കയറുവാണ്. ഇവിടെയും നല്ല രസമാണ് കാണാനായിട്ട് കണ്ടോ. ഇവിടെ നമുക്ക് ടീ ഒക്കെ വെള്ളമൊക്കെ കഴിക്കാൻ സ്നാക്സൊക്കെ ആയിട്ട് ഷോപ്പൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എല്ലാ സൗകര്യവും ഇതിനകത്ത് തന്നെ ഉണ്ട്. നമുക്കത് ഇതിൻ്റെ ഉള്ളിലും നല്ല രസമാണ് കാണാനായിട്ട്, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. പിന്നെ നമുക്ക് നമ്മുടെ ഏറ്റവും നല്ല ഭംഗിയുള്ളൊരു ഡെസ്റ്റിനേഷനാണ് നമ്മുടെ അതിരപ്പള്ളി എന്ന് പറയുന്നത്. നമ്മുടെ ജലസ്രോതസ്സുകളൊക്കെ സംരക്ഷിക്കേണ്ടത് നമ്മുടെയും കൂടി ചുമതലയാണ്. കാരണം ഇതൊക്കെ നിലനിന്നാലേ നമുക്കും അതിൻ്റെ ഇതുകൾ കിട്ടുകയുള്ളൂ. നമ്മുടെ പ്രകൃതി നമുക്ക് അനുഗ്രഹിച്ച് തന്നിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതിലൊന്നാണ് ഇതൊക്കെ കേട്ടോ. അപ്പം നമ്മൾ നമ്മുടെ ജൈവവൈവിധ്യം സംരക്ഷിക്കേണ്ടത് നമ്മുടെ കൂടി ഉത്തരവാദിത്വമാണ്. അപ്പോൾ നമ്മുടെ കാലാവസ്ഥ നല്ലതായിട്ട് നിലനിൽക്കാനും അതേപോലെ തന്നെ ജലസ്രോതസ്സുകളുടെ നിലനിൽപ്പിനും ഭക്ഷ്യസുരക്ഷയ്ക്കും അതേപോലെ തന്നെ ജീവവായുവിൻ്റെ ശുദ്ധീകരണത്തിനും അതേപോലെ തന്നെ പ്രകൃതിയുടെ സുസ്ഥിരതയ്ക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളിതൊക്കെ സംരക്ഷിക്കേണ്ടത് നമ്മുടെയും കൂടി ഉത്തരവാദിത്വമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ പോവുകയാണ്. ഇവിടെ നമുക്ക് കുറേ നേരം നടന്ന് കാണാനായിട്ട് കുറേ ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് റെസ്റ്റ് എടുക്കാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഓരോരോ കൽപ്പടവുകൾ കെട്ടിയിട്ടിരിക്കുന്നത് കണ്ടോ. പിന്നെ നമുക്കിവിടെ പുഴയിൽ ഇറങ്ങാൻ പാടില്ല, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒട്ടും ഇറങ്ങാൻ പറ്റില്ല, നല്ല
നല്ല കലിത്തുള്ളി ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയില്ലേ. അപ്പോൾ ഇപ്പോൾ ഒട്ടും ഇറങ്ങാൻ പറ്റില്ല. എന്നാലും വെള്ളം കുറവുള്ള സമയത്തും ഇറങ്ങാനായിട്ടൊന്നും അനുവദിക്കില്ല കേട്ടോ. അപ്പം നമ്മളങ്ങനെ ഇവിടുത്തെ വ്യൂ ഇങ്ങനെ ആസ്വദിച്ച് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. അപ്പം നമ്മൾ ഇന്ന് പോയപ്പോഴാണ്, നമ്മൾ ഇവിടം വരെ വന്നിട്ട് തിരിച്ച് പോവാറാണ് പതിവ്. ഇന്ന് നമ്മൾ ചെന്നപ്പോഴാണ് നമ്മൾ വേറൊരു സ്പോട്ട് കണ്ടത്. കണ്ടോ, ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ കയറി പോകാൻ പറ്റും. നമ്മൾ ഇതുവരെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇപ്പോൾ പുതുതായിട്ട് വന്നതാണോ എന്നും അറിയില്ല. അപ്പോൾ നമ്മൾ ഇന്ന് എന്തായാലും അതിൽ കൂടി ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ പോയി കേട്ടോ. പോയപ്പോഴാണ് അടിപൊളി വ്യൂ ആണ് അങ്ങോട്ട് പോകും തോറും. ഇങ്ങനെ ഇതുപോലെ പാലൊക്കെ കടന്നിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാനായിട്ട്. ഇങ്ങനെ ഗാർഡനും ഒക്കെ ഉണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് അടിപൊളിയാണ് കാണാനായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടോ, ആ അരുവി ഇങ്ങനെ സൈഡിലൊക്കെ നല്ല സീനറികളാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഡെസ്റ്റിനേഷനും കൂടി ഉണ്ട്. നമ്മൾ അവിടേക്കൊന്നും പോവാറേ ഇല്ല. ഇപ്പോൾ ഈ പ്രാവശ്യം പോയപ്പോഴാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോയത്. കാരണം കണ്ടോ, ഇവിടെയും ഉണ്ട് അവിടുത്തെ പോലെ തന്നെ ഒരു വ്യൂ പോയിൻ്റ് ഇവിടെയുണ്ട്. ആ വ്യൂ പോയിൻറ്റിലും നമുക്ക് ഇങ്ങനെ നിന്ന് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് നമ്മളിങ്ങനെ പോവാണ്. കണ്ടോ, അവിടെയും കുറേ നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ. അവിടെയും ഇരുന്ന് കാണാനും ഒക്കെ റെസ്റ്റ് എടുക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ അതും കുറേ നേരം എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ നിന്നും നമ്മൾ നടന്ന് പോവുകയാണ്. ഇനി നമുക്ക് ഫ്രണ്ടിലോട്ട് കുറേ പോകാനുണ്ട്. അതാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത്. ഇതുവരെ നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ടില്ല. കാരണം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. ശ്രദ്ധിക്കാത്തതുകൊണ്ടാണോ അതോ ഇതിന് മുമ്പ് അത് ക്ലോസ്ഡ് ആയിരുന്നോ എന്നൊന്നും അറിയില്ല. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് അവിടേക്ക് പോവുകയാണ് കേട്ടോ. ഇന്ന് നമ്മൾ അങ്ങോട്ടേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദേ നമ്മൾ ഈ വഴി നേരെ നടന്നു പോയാൽ അങ്ങോട്ടേക്ക് പോവാം. പിന്നെ ദേ പോകുന്ന വഴിക്ക് ദേ ഒരാളിരിക്കണുണ്ടോ. ആളെന്തോ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എന്തോ വിഷമിച്ചിരിക്കുക. എന്തോ ഫുഡ് കിട്ടാത്തതുകൊണ്ടോ എന്തോ ഇരിക്കുക. കാരണം നമുക്ക് ഫുഡൊന്നും കൊടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഫുഡൊന്നും അവിടെ അവർക്ക് ഫീഡ് ചെയ്യാൻ പാടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അസുഖങ്ങൾ വരും. നമ്മൾ കൊടുക്കുന്ന ഫുഡിൽ നിന്ന് എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അതവർക്ക് ബുദ്ധിമുട്ടാണ്. കാരണം അവർക്ക് പിന്നെ ബാക്കിയുള്ളവർക്കും അത് സ്പ്രെഡാവും. പിന്നെ അത് അവരുടെ ആ ഒരു ഇതിനെ തന്നെ അത് മൊത്തത്തിൽ ബാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ അവിടെ കുരങ്ങന്മാർക്കൊന്നും ഫീഡ് ചെയ്യരുതെന്ന് അവിടെ പ്രത്യേക ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഫീഡ് ചെയ്യില്ല കേട്ടോ. ഫീഡ് ചെയ്യാൻ പാടില്ല. പിന്നെ നമുക്കിതാ പോകുന്ന വഴിക്ക് ഇതേണ്ട സൈഡിലായിട്ട് ഈ അരുവിയുടെ വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിൽ കൂടെ തന്നെ നമുക്ക് നടന്നു പോകാം. ഒരു സൈഡിൽ ഇതാ വെള്ളച്ചാട്ടവും അടുത്ത സൈഡിൽ കുറേ വീടുകളുമാണ്. അവിടുത്തെ വ്യൂ കണ്ടോ. അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ വീടുകളാണ്. ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ ഒരു കൈവരിയുടെ ഇപ്പുറത്തായിട്ട് ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുക. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. എന്ന് വെച്ചാൽ ഇവരുടെയൊക്കെ ഒരു, ഞാൻ ആലോചിക്കുമായിരുന്നു ഇവരുടെയൊക്കെ ഒരു ഭാഗ്യം. കാരണം നല്ല വ്യൂ അല്ലേ. ഇന്നും ഡെയിലി രാവിലെ എണീക്കുമ്പോൾ തന്നെ നല്ല വ്യൂ. വീടിൻ്റെ ബാക്കിൽ തന്നെ വാട്ടർഫോൾസ്. എന്ത് രസമല്ലേ. പക്ഷെ നമുക്കങ്ങനെ തോന്നും. പക്ഷെ അവരുടെ ബുദ്ധിമുട്ട് അവർക്കേ അറിയണ്ടാവുള്ളൂ അല്ലേ. അവർക്കും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് താമസിക്കുന്നതുകൊണ്ട് അവർക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ നമ്മളിതൊക്കെ കണ്ട് സൈഡിൽ കൂടെ കണ്ട് നമ്മളിതാ നടന്ന് ഇങ്ങനെ പോവാം കേട്ടോ. നടന്ന് പോയപ്പോൾ അവിടെ ഒരു ഷോപ്പിലേക്ക് ഒരാൾ കയറി പോകുന്നുണ്ട്. അത്യാവശ്യം ജ്യൂസൊക്കെ അന്വേഷിച്ച് പോണ വഴിയാന്ന് തോന്നുന്നു. പോണ പോക്കാണ് ആശാൻ. അങ്ങനെ ആൾ പോയിട്ടോ. അങ്ങനെ നമ്മൾ അതിൻ്റെ ആ കഴിഞ്ഞ് നമ്മുടെ റൂട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്പുറത്തെ ചെക്ക് പോസ്റ്റ് കടന്നിട്ടുള്ള റോഡാണ്. നമ്മൾ ചെക്ക് പോസ്റ്റ് കടന്ന് ഇപ്പുറത്തോട്ട് എത്തുവാണ്. ഞാൻ പറഞ്ഞില്ല, ആദ്യമായിട്ടാണ് നമ്മൾ ഈ വഴിയല്ല ഇതിലേ ഇങ്ങനെ കടന്ന് വരുന്നത് കേട്ടോ. ഇങ്ങനെ കടക്കാൻ പറ്റുമെന്ന് നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ അങ്ങനെ അത്രയും നടന്ന് നമ്മൾ ഇപ്പുറത്തോട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഏകദേശം ഒരു കണ്ടോ വാഴച്ചൽ വാട്ടർഫോൾസിലേക്ക് 0.6 കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന്. നമ്മളൊരു 600 മീറ്ററോളം ഇപ്പുറത്തേക്ക് കടന്നു വന്നു നമ്മുടെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മളിനി നമ്മുടെ വണ്ടി ഇരിക്കണോടത്തേക്ക് 600 മീറ്റർ നടന്ന് തന്നെ പോകണം. അപ്പോൾ നമ്മൾ അവിടേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കണ്ടോ, ഇവിടെ നമുക്ക് നല്ല രസമല്ലേ. ഇവിടെയൊക്കെ വീട് വാങ്ങിച്ചാലോ എന്നൊക്കെ ചിന്തിച്ചു പോയി നമ്മൾ. കണ്ടോ, ഇവിടെ അംഗൻവാടിയൊക്കെ ഉണ്ട് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള അംഗൻവാടിയാണ് ഈ കാണുന്നത്. കണ്ടോ, അംഗൻവാടി ഉണ്ട്. ഇവിടുത്തെ ആൾക്കാരുടെ ജീവിതമൊക്കെ വേറൊരു ഇതായിരിക്കും അല്ലേ. ഓരോ സ്ഥലത്തും ഓരോരോ ആൾക്കാർ അല്ലേ. അങ്ങനെ നമ്മൾ നമ്മുടെ 600 മീറ്റർ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, അങ്ങനെ നമ്മൾ നടന്ന് ഏകദേശം നമ്മുടെ ചെക്ക് പോസ്റ്റ് എത്താറായി കേട്ടോ. നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ കണ്ടോ, ഇപ്പുറത്തെ സൈഡിലാണ് നമ്മുടെ, ഈ സൈഡിൽ കൂടെയാണ് കണ്ടോ നമ്മളിങ്ങനെ നടന്ന് പോയത് കേട്ടോ. അപ്പുറത്ത് കൂടെ ആ അതിൽ കൂടെയാണ് നമ്മൾ നടന്ന് പോയത്. എന്നിട്ട് നമ്മൾ റോഡിലേക്ക് കടന്ന് നമ്മളിതാ ചെക്ക് പോസ്റ്റിലേക്ക് തിരിച്ച് നടന്നു പോയിക്കൊണ്ടിരിക്കുക.
അങ്ങനെ നമ്മൾ നമ്മുടെ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട്. എന്ത് ബ്യൂട്ടിഫുൾ. നമ്മൾ ശരിക്കും ഈ ചെക്ക് പോസ്റ്റ് കടക്കണമെങ്കിൽ പാസ് എടുക്കണം കേട്ടോ. വണ്ടി കൊണ്ട് നമ്മൾ വാൽപ്പാറയ്ക്കൊക്കെ പോകുമ്പോൾ അപ്പോൾ പാസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് പോകാൻ പറ്റില്ല. പിന്നെ നമ്മളുടെ ഒരു സമയമുണ്ട്. ആ സമയം കഴിയുന്ന 2.5 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് തിരിച്ച് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ തിരിച്ച് വന്നു കഴിഞ്ഞാൽ 2000 രൂപ നമുക്ക് ഫൈൻ വരും കേട്ടോ. ചെക്ക് പോസ്റ്റ് കടന്നു കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് പോകണമെന്ന് തോന്നിയിട്ട് കാര്യമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ചെക്ക് പോസ്റ്റ് എത്തിയത് നമുക്കും കൂടി വേണ്ടിയിട്ട് ചെക്ക് പോസ്റ്റ് തുറന്നേക്കാണ്. ഒരു കാറ് കറക്റ്റ് സമയത്ത് വന്നുകൊണ്ട് അത് തുറന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ചെക്ക് പോസ്റ്റിലെത്തി, നമ്മുടെ വണ്ടിയൊക്കെ എടുത്തു, നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പോകുന്ന വഴി വേറെ സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. അത് അടുത്ത വീഡിയോയിൽ വരും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ.